ഒരാള് എഴുതിയ ദക്ഷിണ കാശി മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. 1902 അതായത് ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇപ്പം കിട്ടാനില്ല. അതിൻ്റെ 53-54 പേജുകളിലായി ഈ എല്ലാ ആചാരങ്ങളെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. അതിൽ ഈ ബാവലിക്കെട്ട് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ ബാവലിക്കെട്ട് എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത് മനുഷ്യങ്ങൾ എന്നാണ്. ഈ ബാവലി കെട്ടുന്ന ആളുകൾ അവിടെ പറയാം, ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. മനുഷ്യങ്ങൾ എന്നാണ് പറയാം. അതിൽ പറയുന്നത് ബാവലിക്കെട്ട് ചൊന്നേൻ ഞാൻ മനുഷ്യങ്ങൾ എന്ന സംഘം തൃച്ചെറു മണ്ണിൽ ഉത്സവകാലെ വന്നു ചേർന്നിടും ഏവം. അവരാരാണെന്ന് പറയുന്നുണ്ട്. വമ്പരാം വാര്യന്മാരും നമ്പീശന്മാരും കൂടി 50-ൽ 4 ഇരട്ടി ചമ്പോടുണ്ടാവും സഖ്യം. ക്ഷമിക്കണം, വമ്പരാം വാര്യന്മാരും നമ്പീശന്മാരും കൂടി 50-ൽ 4 ഇരട്ടി ചമ്പോടും ഉണ്ടാവും സൗഖ്യം. മുല്ലബാണാരിയുടെ ചൊല്ലാർന്ന ഭൂതവുകൾ എല്ലാവരും ഒന്നായി ചേർന്ന് ചെല്ലുന്ന ഘോഷം പോലെ, ഉന്മാദമുള്ള പോലെ വന്മതമുള്ള പോലെ ദുന്ദയുദ്ധാർത്ഥം പോരിൽ തമ്മിൽ എന്നതുപോലെ ഒന്നൊന്നായി തുള്ളിച്ചാടി ചെന്നതു പല വഴി ഇന്നാദ്യം ഒഴുകിയുടെ മർണസിൽ ചെന്നുപെട്ടാൽ ആറതിലെങ്ങുമുള്ള പാറക്കല്ല് ഉരുട്ടിക്കൊണ്ട് ആറിന്റെ മദ്യം കെട്ടാൻ ആറാട്ടുഘോഷത്തോടും ആക്കത്തോട് ഉന്തിത്തള്ളി നീക്കിയും നിരക്കിയും ഊക്കന്മാർ ചില പാറ തൂക്കിയും അടുക്കിയും ഇത്തരം മതത്തോടും ഉത്തരവാം ബാവലിയിൽ പ്രസ്തരങ്ങളെ കൊണ്ട് മുട്ടിക്കും സേതുബന്ധനം. തൃച്ചെറുമൻ ഉത്സവേ പശ്ചിമ ഭാഗത്തിങ്കൽ മർത്യർക്കു യാത്ര ചെയ്യുവാൻ ഇച്ചറ കെട്ടാണത്രേ എന്ന് ഈ ബാവലിക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് വാര്യന്മാരും നമ്പീശന്മാരും ഇപ്പോഴും അവരാണ് ചെയ്യുന്നത്, അവരാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് 1902 പ്രസിദ്ധീകരിച്ച ഈ ദക്ഷിണകാശി മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ അത് ഇപ്പോഴും വാര്യന്മാരും നമ്പീശന്മാരും തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ പറയുമല്ലോ. അവര് പേരെടുത്ത് പറയുന്നത് ഈ സമുദായത്തിന്റെ പേര് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം.